ഹായ് ഹലോ ഇറ്റ്സ് മീ എന്ന നമ്മളുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ് കേട്ടോ. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ നല്ലൊരു മഴയുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ഇളം വെയിൽ വരും. എന്നാലും നല്ലൊരു വെയിലും ഇല്ല, നല്ലൊരു തോർച്ചയും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഹാഫ് കുക്കുംബർ എടുത്തിട്ട് ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ. കുക്കുംബർ ഭയങ്കര നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇതുപോലെ ഈ റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കുടിക്കാറൊന്നുമില്ല, മടിയാണ്. എപ്പോഴും വിചാരിക്കും ഡെയിലി ഒരു അര ഗ്ലാസ്സെങ്കിലും കുടിക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ എടുത്തിട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ചോറ് വെച്ചു. ക്യാരറ്റ് അധികം ഇല്ല, ഒരു പീസുള്ളൂ. ബീട്രൂട്ടാണ് കൂടുതൽ. പിന്നെ ചോറ് വെച്ചതിന് ശേഷം നമ്മളുടെ രാവിലത്തെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് തന്നെ നമ്മൾ കല്ലിലിട്ട് അലക്കിയിട്ട് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ മസ്കറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. മസ്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു. നല്ലൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഒരു 800 രൂപയാണ് നാട്ടിയത് ഇതിന് വരുന്നത്. ശരിക്കും വർത്ത്ഫുള്ളാണ്, കാരണം നല്ല കട്ടിയുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനകത്തൊരു കംപ്ലൈൻറ്റ് ഒന്നും വന്നില്ല. പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഞാൻ ഇന്ന് അലക്കിയത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഈ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ ഷൂസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരുപാട് എല്ലാവരും കൂടെ കുട്ടികളുടെ എൻ്റെ ഇക്കാടെ എല്ലാവരും കൂടെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട് കേട്ടോ. അതിന് ഒരെണ്ണം ക്യാൻസൽ കഴിഞ്ഞാൽ കല്ലിൽ അലക്കും. അല്ല ഒരുമിച്ചൊക്കെ പുറത്ത് പോയി വന്ന് അതിനകത്ത് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ വാഷിംഗ് മെഷീനിലിടും. പിന്നെ ഞാനത് ചോപ്പറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ട് കട്ട് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറുതായിട്ട് അതും കൂടെ വരുമ്പോൾ പിന്നെ കടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു മുളകിൻ്റെ ഫീല് നമുക്ക് തോന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് സവാളും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് അത് നന്നായി വാടി വന്നപ്പോൾ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോറിൽ എൻ്റെ വീട്ടിലെ ചോറിൽ ഉപ്പിടണ ശീലമില്ല. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ ഉപ്പിട്ട് കഴിച്ച് ഇപ്പം എനിക്കും ഉപ്പിടാണ്ട് കഴിക്കാനൊരു സുഖമില്ല. പിന്നെ വീട്ടിലും കുട്ടികൾക്കും ഇക്കാക്ക് നിർബന്ധമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മളും അതിലോട്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ രാവിലെ ഇന്ന് റിച്ചുവിന് മാത്രമേ ക്ലാസ് ഉള്ളൂ, കാരണം റിച്ചുവിന് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. മിച്ചുവിന് ക്ലാസ്സില്ല. അപ്പോൾ ഇവൻ കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞിയുടെ കൂടെ ഇടയ്ക്ക് ഞാൻ മുട്ട വറുത്ത് കൊടുക്കും, പക്ഷെ അച്ചാറൊന്നും തീരെ ഇഷ്ടമില്ല. പിന്നെ കഞ്ഞിയുടെ കൂടെ സൈഡായിട്ടൊന്നും കഴിക്കാനും താല്പര്യമില്ലാത്ത ആളാട്ടോ. എപ്പോഴും പ്ലെയിനായിട്ട് കഞ്ഞി കുടിക്കാനും ഇഷ്ടം. എനിക്കും കഞ്ഞിയുടെ കൂടെ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. കഞ്ഞി വെറുതെ കഴിക്കാനിഷ്ടം. പിന്നെ നമ്മൾ ഇവൻ പോണോടുകൂടി തന്നെ കിച്ചണിൽ കുറച്ചൊക്കെ ക്ലീനിങ് ഒന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം തന്നെയായിരിക്കും ഹോൾ ഡേ നമ്മൾ കൊണ്ടുപോകാം. പിന്നെ അന്ന് ദിവസം വൈകുന്നേരം നമ്മൾ സോസേജും കൂടെ ഫ്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ പപ്പടം കൂടെ വറുത്ത് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പപ്പടം ബീട്രൂട്ട് ഉപ്പേരി ആയിരുന്നു. പിന്നെ രാവിലെ റിച്ചു പോണ നേരത്ത് കുറച്ച് നേരം റിച്ചുൻ്റെ കൂടെ ഞാൻ ഫ്രണ്ടിൽ പോയി ഇരിക്കും കേട്ടോ. രാവിലെ അവനക്ക് മലയാളം എക്സാം ആയിരുന്നു. സോ എഴുതുന്നിടത്ത് എഴുതി വയ്ക്കും, എഴുതുന്നിടത്ത് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ പപ്പടം വറുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കാരം കളയും കേട്ടോ. കാരം ശരീരത്തിന് നല്ലതല്ല എന്നുള്ള റീസൺ കൊണ്ട് മാത്രമൊന്നുമല്ല, കാരണം അത് കാരത്തോടു കൂടി വറുക്കുമ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്ന് കറുത്ത് പോകും കേട്ടോ. അത് കാരണം പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാനും പറ്റില്ല, ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവും അങ്ങനെ. പിന്നെ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു പാനിലല്ല കേട്ടോ പപ്പടം വറുക്കാറ്. ഇതിനകത്ത് വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ വറുത്തെടുത്തതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വറുത്തത്, കാരണം പാനൊക്കെ കുറച്ച് ചെരിച്ച് പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇത് വറുത്തെടുത്തത്. നോർമലി കുണ്ടുള്ള ഒരു കുഴിയിലാണ് കേട്ടോ, കുഴിയുള്ള പാത്രത്തിലാണ് ഞാൻ വറുത്തെടുക്കാറ്. അപ്പോൾ ഇത് ഒരു ബോക്സിലാക്കി ഞാൻ കൊണ്ടുവയ്ക്കാൻ നോക്കിയപ്പോൾ മിച്ചു എണീറ്റ് വന്നിട്ടുണ്ട്. മിച്ചു ടെടിക്ക് ജീരക മിഠായി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു ടിന്നിൽ ജീരക മിഠായി വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരു 2 എണ്ണം വായിക്കെടുത്തിടുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഷൂ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ ഷൂ വാഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിച്ചണിലത്തെ ടൗല് വാഷ് ചെയ്യാനുണ്ടായിട്ട് കിച്ചണിലത്തെ ടൗല് ഞാൻ ഒന്നരാടെന്ന് പറയുന്ന പോലെ വാഷ് ചെയ്യും. അത് കല്ലിൽ ഒന്നരാടം വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഡെയിലി 2-3 നേരമൊക്കെ നമ്മൾ വാഷ് ബേസിൻ്റെ അതായത് സിങ്കിൻ്റെ അടുത്ത് തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകും. പക്ഷെ അതുകൊണ്ട് കഴുകിയാലും കല്ലിൽ ഉരച്ചില്ലെങ്കിൽ ഒരു തുണിക്കൊരു സുഖം എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ സോപ്പ് വയ്ക്കാനായിട്ട് ട്രൈ ആയിട്ട് സോപ്പ് വയ്ക്കാൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം സോപ്പ് നമ്മൾ വാഷ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നേരെ ആ സിങ്കിലോട്ട് ആ വെള്ളം അങ്ങനെ വീണ് പോകട്ടാം. അപ്പോൾ വേറെ വൃത്തികേടൊന്നും ആവില്ല. എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്.
പിന്നെ അതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്തു, തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. തലേന്ന് രാത്രി അകമൊക്കെ അടിച്ചു വാരി തുടച്ച കാരണം പിന്നെ ഉള്ളിലോട്ട് അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ ഞാൻ അതിൻ്റെ തലേന്ന് മറ്റേ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, സോസ്. ആ സോസാണ് കേട്ടോ അവനെടുത്ത്. പിന്നെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായി, അതൊക്കെ വിരിച്ചിട്ടു. പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു മടക്കാൻ, അത് മടക്കി വെച്ചു. പിന്നെ അവനെയും കൊണ്ട് ഞാൻ ഹോളിലോട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഫേസിൽ ആൽപ്സ് ഉണ്ണസിൻ്റെ ഒരു സാൻഡൽ വുഡിൻ്റെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് വാങ്ങുന്നത്. ആൽപ്സിൻ്റെ ഫസ്റ്റ് ടൈം. അതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ പൗഡർ വേറെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഞാനിത് തൈരിലാണ് മിക്സ് ചെയ്തത്, കാരണം അതുകൊണ്ട് തൈര് നമുക്ക് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ ഞാൻ തൈര് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് തേച്ചു. അപ്പോൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നും പെട്ടെന്ന് ഫേസിലിങ്ങനെ ഡ്രൈ ആയി പോയാൽ, തൈരായതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ വെറ്റായിട്ട് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ചുണ്ടിൻ്റെ മുകൾ വശമൊക്കെ വേർക്കൂലേ, അപ്പോൾ അതങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റ.